ദൈവികമായിട്ടുള്ളൊരു നമ്മുടെ ആ കണക്ഷൻ ഉണ്ടല്ലോ, എത്ര പെട്ടെന്ന് നമ്മുടെ പ്രയർ റീച്ച് ആയത് നോക്ക്. അവിടെ ആ ചേച്ചിയും ചേട്ടനും വന്ന് തൊഴുകയായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്ത് കുറച്ചൊന്ന് മാറിയിരുന്നു. ശരി, അവർ തൊഴുതൊട്ട് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒരു സാഡായിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അത്രയും ദൂരം വന്ന് ലാസ്റ്റ് അമ്പലവും പൂട്ടിപ്പോയി, ദൈവത്തിനും കാണാൻ കഴിഞ്ഞില്ല, എനിക്ക് കർപ്പൂര ദീപം ഒന്നും തൊഴാൻ കഴിഞ്ഞില്ല. അവർ അങ്ങനെ സൈഡായിട്ടിരിക്കുകയായിരുന്നു. അപ്പം ഉണ്ട് അവർ കർപ്പൂരം എല്ലാം എടുത്തിട്ട് എൻ്റെ സൈഡിലൂടെ വെക്കുന്നത്. എന്ന് വെച്ചാൽ ഞാൻ ഗേറ്റിന് നടുവിലായിരുന്നു എനിക്ക്. അപ്പം ഞാൻ എഴുന്നേറ്റ് ഇപ്പോൾ അവരത് കത്തിച്ച് അവർ തൊഴുന്നിട്ട് എന്നോടും തൊഴാൻ പറഞ്ഞു. എനിക്ക് ഇതെന്താ പറയുക, അതെന്താ സംഭവിക്കുന്നത്? ഞാനാകെ വേഗം ഞാൻ തൊഴുത് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഭഗവാനെയും എൻ്റെ മുരുക, എൻ്റെ ഗണപതി ഭഗവാൻ, എൻ്റെ മാതാവി, കാരണം അവർ 3 പേര് ഇരുന്ന് ആ അമ്പലത്തിന് മേലെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അവരെ എൻ്റെ ആഗ്രഹം സാധിച്ചല്ലോ. എനിക്ക് കർപ്പൂര ദീപം തൊഴാൻ പറ്റാത്ത ആ വിഷമം ജസ്റ്റ് ഐ തിങ്ക് ഒരു 10-15 മിനിറ്റ്സ് ആയി കാണുള്ളൂ. അപ്പം ദൈവം പറയാണ്, എന്തിനാ നീ വിഷമിക്കുന്നത്? നീ ആ സമയത്ത് വരാൻ പറ്റില്ലെങ്കിലും കുഴപ്പമില്ല, കർപ്പൂര ദീപല്ലേ. അപ്പൊ തന്നെ ആ ചേച്ചി ചേട്ടന് വരുന്നത്